ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം. അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം കേൾക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവ തിരുനാമത്തെ ആരാധിക്കാനും വേണ്ടിയാണ് അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ ഈ മണിക്കൂറിൽ നമ്മളെല്ലാവരെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുകയും ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ദൂതുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജെന്നി, എൻ്റെ വീട് ആലപ്പുഴയിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. കല്യാണം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി വഴക്ക് കൂടി പിണങ്ങിപ്പിരിഞ്ഞ് 2ആയി താമസിക്കുകയാണ്. 2 സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ ജോലിയും താമസവും. വളരെ ആളുകൾ വളരെയധികം ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കാനായില്ല. പിടിവാശിയിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ അച്ഛൻ ആലപ്പുഴയ്ക്ക് അടുത്തുള്ള പൂങ്കാവ് പള്ളിയിൽ വചനപ്രഘോഷണവുമായി വന്നത്. അന്ന് അച്ഛൻ പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 മുതൽ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ട്, അതിൽ സംബന്ധിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവശക്തി വ്യാപരിക്കുന്ന അനുഭവം ഉണ്ടാകുമെന്ന്. അതിൻ്റെ ഫലമായി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിന് തടസ്സമാക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവേ എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് അഭിഷേകാഗ്നി വചനം കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു. ഇന്ന് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വലിയ സന്തോഷത്തോടെ ആലപ്പുഴയിൽ കർത്താവിനെ ആരാധിക്കുകയാണ്. ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ജെന്നിയും കുടുംബം എഴുതിയിരിക്കുകയാണ്. ഇവർ കല്യാണം കഴിഞ്ഞ് 4 വർഷമായെങ്കിലും കല്യാണം കഴിഞ്ഞ് 2.5 വർഷം മുതൽ പിണങ്ങി താമസിച്ചിട്ട് ഒരാൾക്ക് ഇവരെ അടുപ്പിക്കാൻ പറ്റുന്നില്ല. അഭിഷേകാഗ്നിയുടെ സമയത്ത് കരഞ്ഞ് പ്രവർത്തിച്ച് ദൈവശക്തി 2 പേരുടെ മേലെ പ്രവർത്തിച്ച് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ജീവിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ദൈവം ജനിപ്പിച്ച് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിന് വേണ്ടി നിലയുറപ്പിച്ച സാത്താന്യ സൈനികങ്ങളെ കർത്താവ് യേശുക്രിസ്തു കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച് ഇവർക്കിന്ന് ഒരുമിച്ച് ആലപ്പുഴയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വം ഒരു കുടുംബമായി ജീവിക്കാൻ തക്കവണ്ണം വാതിലുകൾ കർത്താവ് തുറന്നു കൊടുത്ത് അതിൻ്റെ സന്തോഷമാണ് അവരെഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലൊരു 100,000 വേദനയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി ഉന്നതത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് തന്നെയാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഈ സമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നന്നായിട്ട് കർത്താവിനെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകമെമ്പാടുമുള്ള അനേക ലക്ഷങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രിയ ദൈവപൈതലേ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വലിയ ദൈവിക അത്ഭുതങ്ങൾ വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം ദൈവത്തിന്, ഗ്ലോറി, ഗ്ലോറി. സ്തുതികൾക്ക് യോഗ്യനവൻ രാജാവേ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന
എന്നേശുനാഥന്. കരങ്ങൾ കൊട്ടി മഹത്വം ദൈവത്തിന്, മഹത്വത്തിന്റെ കർത്താവേ, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങളുടെ രാജാവേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന എന്നേശുനാഥന് ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ പാടിടാം, Glory, glory. പാടിടാം യേശുവേ എന്നും. ഹല്ലേലൂയ പാടിടാം, പാടിടാം യേശുവേ എന്നും. ആത്മാവേ, സ്തുതികൾക്ക് യോഗ്യനവൻ. ആത്മാവേ, എല്ലാ ദൈവസ്തുതിപ്പിന്റെ ആത്മാവേ, ദൈവനാമത്തെ മഹത്വപ്പെടുന്ന ആത്മാവേ, ഇപ്പോൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. എല്ലാ മഹത്വവും യേശുവിന്. കരങ്ങളടിച്ച് ഹല്ലേലൂയ പാടിടാം, Power, power. പാടിടാം യേശുവേ എന്നും. ഹല്ലേലൂയ പാടിടാം, രാജാവേ, പാടിടാം യേശുവേ എന്നും. സ്തുതികൾക്ക് യോഗ്യനവൻ. എല്ലാ മഹത്വവും യേശുവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ. എല്ലാ മഹത്വവും യേശുവിന്. എല്ലാ മഹത്വവും യേശുവിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം. ഇത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ മർമ്മകരമായ ഒരു സംഗതിയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആണിക്കല്ലാണ് ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് അച്ഛൻ കുറേ വൈദികരുമായി ഇടപെട്ടപ്പോൾ ആ വൈദികർ എന്തു പറഞ്ഞാലും ആദ്യം അവർ പറയുന്നത് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്റ്റേജിൽ കയറി ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ പറയണത് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലെ 15-ാം തിരുലിഖിതം. അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നൽകുന്ന ദൈവവചനമാണ് ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 33 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. അവിടെ നെബൂഖദ്നേസർ എന്ന് പറയുന്ന മഹാരാജാവ്, ബാബിലോണിൻ്റെ ചക്രവർത്തിയായ ഈ നെബൂഖദ്നേസർ ഒരു മഹാ കൊട്ടാരം നിർമ്മിച്ചിട്ട് അതിൻ്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ ചില വാക്കുകൾ പറഞ്ഞു. അതിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളും സംഭവങ്ങളുമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ വചനഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ നെബൂഖദ്നേസർ പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് ഞാൻ പറയുന്നത്. രാജ്യം നിന്നിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ലു തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് നൽകുമെന്നും നീ അറിയുന്നത് വരെ 7 സംവത്സരങ്ങൾ കടന്നു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ ഇവിടെ സംഭവിച്ചത്? നെബൂഖദ്നേസർ കൊട്ടാരം പണിത് വലിയൊരു പ്രതാപശാലിയുടെ ഒരു ഗമയിൽ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ നെബൂഖദ്നേസർ നെഗളത്തിൻ്റെ വാക്കുകളെ ഉരുവിടുകയാണ്. ഉള്ളിൽ നിന്നായിരുന്ന നെഗളം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ പ്രതാപത്തിന് വേണ്ടി
ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ബാബിലോൺ. ആ ബാബിലോൺ നിർമ്മിച്ചതിൻ്റെ മഹത്വം എല്ലാം നെബൂഖദ്നേസർ സ്വയം അങ്ങ് ഏറ്റെടുക്കുകയാണ്. ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലോട് നടക്കുമ്പോൾ അങ്ങോട്ട് സന്തോഷിക്കുകയാണ്, നെകളിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതുകൾ അദ്ദേഹത്തിൻ്റെ മേൽ നിബന്ധിച്ചു. അദ്ദേഹത്തോട് പറയാണ്, നീ 7 സംവത്സരം കാളയെ പോലെ പുല്ല് തിന്നും, നീ വന്യമൃഗങ്ങളോട് കിടക്കേണ്ടി വരും, നീ മഞ്ഞുകൊണ്ട് നനയും, നീ കാട്ടിൽ വന്യമൃഗങ്ങളെ പോലെ കിടക്കേണ്ടി വരും. ഈ പറഞ്ഞ വചനങ്ങൾ നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി സംഭവിച്ച് 7 സംവത്സരങ്ങൾ പശുവിനെ പോലെ കാളയെ പോലെ പുല്ല് തിന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം നെബൂഖദ്നേസറിന്റെ ചരിത്രത്തിൽ ഉണ്ടായി. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 4-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ ബുദ്ധി എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ആധിപത്യം അനന്തമാണ്, അവിടുത്തെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. സകല ഭൂവാസികളും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തൻ്റെ ഇച്ഛയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ ഇത് എന്താണെന്ന് ചോദിക്കാനോ കഴിയുകയില്ല. ആ നിമിഷത്തിൽ തന്നെ എനിക്ക് എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 സംവത്സരത്തിന് ശേഷം സ്വർഗത്തിൻ്റെ പരമാധികാരത്തെ നെബൂഖദ്നേസർ അംഗീകരിച്ച് മഹത്വം ദൈവത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടലുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരുന്നേക്കാൾ പൂർവാധികം ശക്തിയോടെ ഉയർച്ചയും മഹത്വവും അനുഗ്രഹവും നെബൂഖദ്നേസറിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുക, മഹത്വം ദൈവത്തിന് കൊടുക്കുക, ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണെന്ന് അനേകരുടെ ജീവിതത്തിലൂടെ നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിരുലിഖിതങ്ങളും ഇതിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നമ്മൾ കാണുന്നത് തോബിത്ത് കൊച്ചു തോബിയാസിനെ ദൂരദേശത്തേക്ക് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഋഗ്വേലിൻ്റെ വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ ഋഗ്വേലിൻ്റെ വീട്ടിൽ തോബിയാസ് പോയി കാര്യങ്ങളെല്ലാം വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഒരു സഹയാത്രികൻ്റെ സഹായത്തോടെ കാര്യങ്ങളെല്ലാം വളരെ വിജയകരമായി പൂർത്തിയാക്കി, പണവും നേടി, വിവാഹവും കഴിച്ച് മംഗളകരമായി തിരിച്ച് തോബിത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ കുടുംബത്തിൽ വലിയ ആഹ്ലാദ ഉത്സവ ലഹരിയായി. അങ്ങനെ ആഹ്ലാദം തരതല്ലി ആഹ്ലാദത്തിന് മൂർധനം നിൽക്കുമ്പോൾ സഹയാത്രികന് നല്ല പാരിതോഷികം കൊടുത്ത് യാത്രയാക്കുന്നതിനെ കുറിച്ച് തോബിത്തിൻ്റെ മകൻ കൊച്ചു തോബിയാസും സംസാരിക്കുന്ന ഭാഗമാണ് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ. മകനെ, നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക, പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അപ്പോൾ തോബിയാസ് പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു, എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി, എനിക്ക് വേണ്ടി പണം വാങ്ങി, നിന്നെയും സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവൻ അത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. നോക്കുക, ഇവിടെ മഹത്വം ആർക്കാ കൊടുത്തത്? ഇവിടെ ഒരു വാക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ സഹയാത്രികനാണ് ഇതെല്ലാം ചെയ്തത് എന്ന ഭാവത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെ സംസാരം നീങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ചില സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുകയാണ്, നല്ല ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെയാണ്, ആ പാട്ട് പാടിയത്, ആ ഗാന ശുശ്രൂഷ വളരെ നന്നായി, അതില്ലായിരുന്നെങ്കിൽ ആകെ ഡിമ്മായി പോയേനെ. ആ പാട്ടാണ് നമ്മളെ രക്ഷിച്ചത്, ആ ശുശ്രൂഷയിൽ ആ പാട്ടാണ് നമുക്ക് അഭിഷേകം പകർന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവദോഷം നല്ലത് എന്ത് പറയാനാ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് കൊടുക്കേണ്ട മഹത്വം എടുത്ത് ആ പാട്ടിന് കൊടുത്തു, അല്ലെങ്കിൽ ആ പാട്ട് പാടിയവർക്ക് കൊടുത്തു. അപ്പം തൊട്ട് ഓരോ തരത്തെ ഏടാകൂടങ്ങൾ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടതിന് പകരം മഹത്വം എടുത്ത് മനുഷ്യർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മഹത്വം എടുത്തൊരു പാട്ടിന് കൊടുക്കുക. ഇതുപോലത്തെ ഒരു അബദ്ധമാണ് ഇവിടെ തോബിത്തിനും തോബിയാസും സംഭവിക്കുന്നത്. സഹയാത്രികന് മഹത്വം, ആ സഹയാത്രികനാണ് എല്ലാം ചെയ്തതെന്ന ഭാവത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പകുതി എടുത്തുകൊള്ളുക എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ.
അപ്പോൾ ആ സഹയാത്രികൻ തിരിച്ചറിവുള്ളത് ആ റാഫേൽ ദൂതനായിരുന്നു. അവന് തിരിച്ചറിവുണ്ടായിരുന്നു. അവൻ രഹസ്യത്തിൽ അങ്ങോട്ട് മാറ്റി നിർത്തി. എന്നിട്ട് ആ ദൂതൻ നന്ന റെഡിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 6-ാം തിരുലിഖിതം. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ച് മാറ്റി നിർത്തി. ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെ മുമ്പേ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. ഇതൊരു വലിയ കൽപ്പന പോലെ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. ഒരു കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാട്ടുകാരെ, വീട്ടുകാരെ, സഹപ്രവർത്തകരെ അല്ല പുകഴ്ത്തേണ്ടത്. ആ പാട്ടും ഈ പാട്ടുമാണ് രക്ഷിച്ചതെന്നല്ല പറയേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ആങ്ങളെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളെ രക്ഷിച്ചെടുത്തത്. പൊട്ടത്തെറ്റ്. ആങ്ങളെയല്ല, ദൈവമാണ് രക്ഷിച്ചെടുത്തത്. അല്ലെങ്കിൽ ആ കുടുംബമാണ് ഞങ്ങളെ നോക്കി പരിപാലിച്ചത്. പൊട്ടത്തെറ്റ്. ആ കുടുംബമല്ല, ദൈവമാണ് നോക്കി പരിപാലിച്ചത്. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ ഉപകരണമായി അവർ പ്രവർത്തിച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എടുത്തിട്ട് ആ കുടുംബത്തിന്, ഈ കുടുംബത്തിന് കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എടുത്തിട്ട് ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എടുത്ത് സഹപ്രവർത്തകർക്ക് കൊടുക്കരുത്. ദൈവത്തിന്, അതാണ് ദൂതൻ പറയണത്, നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് മഹത്വം ദൈവത്തിന് കൊടുക്കുവിൻ. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും എപ്പോഴും ഉത്സാഹിക്കേണ്ടത്. ഒരു കാര്യം തുടങ്ങുമ്പോഴും ഒരു കാര്യം അവസാനിക്കുമ്പോഴും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കണം. ഇത് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഉടനെ ഇത് ദൈവദൂതനാണ്, റാഫേൽ മാലാഖയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മാലാഖയുടെ കാൽക്കലേക്ക് ഇവരങ്ങോട്ട് വീണു. അപ്പോൾ തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ദൂതൻ എന്താ അവരോട് ആവർത്തിച്ച് പറയണത്? നിങ്ങൾ എൻ്റെ കാൽക്ക് വീണിട്ട് കാര്യമില്ല, നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ, നിങ്ങൾ എന്നേക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുവിൻ, നിങ്ങൾ എന്നേക്കും ദൈവത്തിന് കൃതജ്ഞത ആവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ നന്ദി പ്രകാശിപ്പിക്കുക, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊളോസോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ആകയാൽ വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യത്തിനും കൃതജ്ഞത അർപ്പിക്കണമെന്നാണ് അപ്പോസ്തലരുടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം കൊടുക്കണം. എല്ലാ കാര്യത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതത്തിന്റെ അഭിഷേകം എനിക്ക് നിങ്ങൾക്ക് വേണം. ഒരു അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. മഹത്വം ദൈവത്തിന്, പുകഴ്ച ദൈവത്തിന്, ആരാധന ദൈവത്തിന്, മഹത്വം ദൈവത്തിന്, ഗ്ലോറി ഗ്ലോറി. സ്തുതികൾക്ക് യോഗ്യനവൻ, പവർ പവർ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് പവർ പവർ. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, മഹത്വത്തിന്റെ രാജാവേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് ഹല്ലേലൂയ പാടിടാം. യേശുവെന്നും കുടുംബം ഒന്നിച്ച് ഹല്ലേലൂയ പാടിടാം. വാഴ്ത്തിടാം യേശുവെന്നും സമൂഹം ഒന്നിച്ച് ഹല്ലേലൂയ പാടിടാം. വാഴ്ത്തിടാം യേശുവെന്നും സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്, എല്ലാ മഹത്വവും യേശുവിന്, എല്ലാ മഹത്വവും യേശുവിന്. ഓ ദൈവമേ, അങ്ങയെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താനുള്ള ഉന്നത അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ കർത്താവേ. വാ തുറക്കുമ്പോൾ ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കുന്ന അഭിഷേകം നിറയട്ടെ കർത്താവേ. വാ അടയ്ക്കുമ്പോൾ ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കുന്ന അഭിഷേകം നിറയട്ടെ കർത്താവേ. എല്ലാ സമൂഹങ്ങളിലും, എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ കോൺവെന്റുകളിലും, എല്ലാ വീടുകളിലും, എല്ലാ ദേവാലയങ്ങളിലും, എല്ലാ കൂട്ടായ്മകളിലും ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കുന്ന അത്ഭുത അഭിഷേകം കൊണ്ട് ഇപ്പോൾ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, അവനിലൂടെ
നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ അതരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിച്ചു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ എല്ലാവരും വിളിക്കട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും അത്ഭുതമായ ശക്തി വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി മനസ്സ് നുറങ്ങി ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 യേശു. എൻ്റെ പേര് സിബി, വൈഫ് ആൻസി, ഞങ്ങളുടെ മകൾ ഏഞ്ചലിക. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും പലവിധ ചികിത്സ നടത്തിയിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. 2009 ഫെബ്രുവരി മാസം ആൻസി ഇവിടെ വന്ന് 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ധ്യാനം കൂടി. നവംബർ മാസത്തിൽ കൺസീവ് ആവുകയും 2010 ജൂൺ 12 ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ ഒരു വിജയമാണിത്, വിശ്വാസത്തിൻ്റെ വിജയം. കാരണം വിവാഹം കഴിഞ്ഞ് എത്രയോ ചികിത്സകൾ, എത്രയോ പണം മുടക്കി, എത്രയോ സ്ഥലങ്ങളിൽ പോയി, എത്രയോ ഡോക്ടർമാരെ കണ്ട് 8 വർഷമായിട്ട് മക്കളുണ്ടാകാതെ വിഷമിക്കുമ്പോൾ ആ സഹോദരി വിശ്വാസത്തിൻ്റെ അഭിഷേകത്തിൽ അട്ടപ്പാടി വന്ന് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. 9 ആദ്യമുള്ള യേശുവിനെ ആരാധിച്ചു. അവരുടെ ആ കണ്ണുനീരിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടായി. ഇന്ന് സകുടുംബം കുഞ്ഞുമായി വന്ന് ദൈവത്തെ അവർ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. മഹത്വം യേശുവിന്. കൈകളടിച്ച് പാടാം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന എന്റെ യേശുനാഥന്. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന എന്റെ യേശുനാഥന്.